ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൊറിയൻ ഡ്രാമയാണ്. എല്ലാവർക്കും കൊറിയൻ ഡ്രാമ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കഥയിലെ നായകനാണ് നമ്മുടെ ജൂൺഹോ. ജൂൺഹോ ഒരു പുസ്തകശാലയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. വളരെ ശാന്ത സ്വഭാവക്കാരനായ ജൂൺഹോ പുസ്തകങ്ങളും മഴയുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം ഒരു പെൺകുട്ടി പുസ്തകശാലയിലേക്ക് ഓടിക്കയറി. അവളുടെ പേരാണ് ഹായൂൺ. അവളാണ് ഈ കഥയിലെ നായിക. മഴയിൽ നനഞ്ഞ അവൾ ഒരു പുസ്തകം തിരയുന്നുണ്ടായിരുന്നു. ജൂൺഹോ അത് കണ്ട് അവളെ പുസ്തകം എടുക്കാൻ വേണ്ടി സഹായിച്ചിരുന്നു. ഈ പുസ്തകമാണോ അന്വേഷിക്കുന്നത്? അവൻ ചോദിച്ചു. ഹായൂൺ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അതെ, നന്ദിയുണ്ട് കേട്ടോ പുസ്തകം എടുത്തു തന്നതിന്. ജൂൺഹോയുടെ മനസ്സിൽ ആ ചിരി അങ്ങ് പതിഞ്ഞു. അതിനുശേഷം ഹായൂൺ പുസ്തകശാലയിൽ ദിവസവും വരാൻ തുടങ്ങി. അവർ പുസ്തകങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ സൗഹൃദം പതുക്കെ പ്രണയമായി മാറി. ഒരു ദിവസം ജൂൺഹോ അവളോട് പറഞ്ഞു, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും മനോഹരമായി തോന്നുന്നു. ഹായൂൺ നാണത്തോടെ ചിരിച്ചു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഹായൂൺ മറുപടി പറഞ്ഞു. അവർ ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിട്ടു. എന്നാൽ ഒരു ദിവസം ഹായൂൺ ദുഃഖത്തോടെ പറഞ്ഞു, എനിക്ക് അമേരിക്കയിലേക്ക് പോകണം. എൻ്റെ കുടുംബം അവിടേക്ക് താമസം മാറുകയാണ്. ജൂൺഹോയുടെ ഹൃദയം തകർന്നു. വിട പറയുന്ന ദിവസം അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. നമ്മൾ എവിടെയായാലും ഈ മഴ നമ്മളെ ഓർമ്മിപ്പിക്കും. വർഷങ്ങൾ കടന്നു. ജൂൺഹോ ഇപ്പോഴും അവളെ മറന്നിട്ടില്ല. ഒരു ദിവസം അതേ പുസ്തകശാലയിൽ മഴ പെയ്യുന്നൊരു ദിവസം വാതിൽ തുറന്നകത്തേക്കൊരു യുവതി നടന്നു വന്നു. അത് ഹായൂനായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരികെ വന്നു. ജൂൺഹോയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മഴ ജനലിൽ തട്ടിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രണയം വീണ്ടും ആരംഭിച്ചു. ആ ദിവസം മുതൽ അവർ ഒരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. ഇതിൻ്റെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? യഥാർത്ഥ പ്രണയവും ദൂരവും സമയവും കൊണ്ട് അവസാനിക്കില്ല. അത് കാത്തിരിക്കാൻ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.